പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് അത് യുഎസിലുണ്ടായ ഒരു കനത്ത നഷ്ടവുമായി ബന്ധപ്പെട്ടാണ്. MQ-4C എന്ന ഡ്രോൺ, അതായത് ഏതാണ്ട് ഇന്ത്യൻ രൂപ എടുത്താൽ 2000 കോടിയോളം രൂപ വരുന്ന ഒരു ഡ്രോൺ തകർന്നു വീണു എന്നുള്ള വിവരം ഈ യുദ്ധമേഖലകളിൽ എന്ന് പുറത്തു വരുന്നുണ്ട്. അത് ഇറാൻ തകർത്തതാണ് എന്നുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഇറാനാണോ ഇത് തകർത്തത് എന്നതിൽ വിശദീകരണമൊന്നുമില്ല. MQ-4C ടൈറ്റൻ ഡ്രോൺ തകർന്നതായി നേവൽ സേഫ്റ്റി കമാൻഡിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ ഈ തകർന്ന സ്ഥലം ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല. നോർത്രോപ്പ് ഗ്രൂമൻ നിർമ്മിച്ച ഈ സമുദ്ര നിരീക്ഷണ ഡ്രോണിന് ഏകദേശം $240 ദശലക്ഷം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2000 കോടി രൂപ വില വരും. അതായത് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു സാമ്പത്തിക നഷ്ടങ്ങളിലൊന്നായി ഈ ഡ്രോണിൻ്റെ തകർച്ച മാറുന്നുണ്ട്. നമുക്കറിയാം, കോടിക്കണക്കിന് $മില്യൺ ചിലവഴിച്ചാണ് ഓരോ ദിവസവും അമേരിക്ക ഈ യുദ്ധമുഖത്തുള്ളത്. അത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കാര്യമായി ബാധിച്ച പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് ഇത്ര വലിയ നഷ്ടങ്ങൾ. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തലക്കേൽക്കുന്ന അടിയാണ്. കാരണം അത്യാധുനിക ഡ്രോണുകൾ, വിമാനങ്ങൾ ഒക്കെ നഷ്ടപ്പെടുന്ന പശ്ചാത്തലം, ഈ യുദ്ധത്തിന് എന്തിനിറങ്ങി എന്ന അമേരിക്കൻ ജനതയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. 50,000 അടിക്ക് മുകളിൽ ദീർഘനേരം തുടർച്ചയായി പറക്കാൻ കഴിയുന്ന ഡ്രോണാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അത്രത്തോളം നിർണായകമായ ഒന്നാണ്. ഡ്രോൺ ഫ്ലൈറ്റ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇത് വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. തൊട്ട് മുൻപ് ഇത് അതിവേഗം ഉയരം കുറഞ്ഞുവെന്നും ഈ ഡാറ്റ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അജയ്, ഇത് നമുക്കറിയാം, അമേരിക്കയുടെ F-15 അടക്കമുള്ള വിമാനങ്ങൾ നഷ്ടപ്പെട്ടത് നേരത്തെ വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ ഈ ഏറ്റവും അത്യന്താധുനികമായ ഡ്രോൺ കൂടി നഷ്ടപ്പെടുന്നതോടുകൂടി ഈ യുദ്ധത്തിൽ അമേരിക്ക മുന്നോട്ട് വച്ച പല തന്ത്രങ്ങളും പിഴയ്ക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്ക അത്യാധുനികമായിട്ടുള്ള തോക്കുകൾ, മിസൈലുകൾ, ഡ്രോണുകൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോൾ അത്തരമൊരു ഗ്രൂപ്പിനെ കല്ലെറിഞ്ഞോടിക്കും പോലെയുള്ള ഒരു പ്രതീതിയാണ് ഇത്തരം നഷ്ടങ്ങൾ കാരണം ഉണ്ടാകുന്നത്. കാരണം ഇറാൻ അമേരിക്കയ്ക്കെതിരെയുള്ള ആക്രമണത്തിൽ ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്കാണെങ്കിലും മിസൈലുകൾക്കാണെങ്കിലും ഇന്ത്യൻ മണിയുടെ ഒരു അടിസ്ഥാനത്തിൽ നോക്കിയാൽ 20,000 മുതൽ ഏതാണ്ട് 2 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന ഉപകരണങ്ങളാണ്. പക്ഷേ US ഇറാനെതിരെ ഉപയോഗിക്കുന്ന ഒരു ഡ്രോണിൻ്റെ വരെ ചെലവ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ 2000 കോടിയൊക്കെയാണ്. അതുപോലെ മിസൈലുകളുടെ ചെലവ് നോക്കുകയാണെങ്കിൽ ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് പോകും. അപ്പോൾ ഇറാന് US തിരിച്ചടി നൽകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കാൾ 10 മടങ്ങ് കൂടുതലാണ് അമേരിക്കയ്ക്ക് ഇറാൻ കൊടുക്കുന്ന നഷ്ടമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇറാൻ്റേതായി 10 ഡ്രോണുകൾ അല്ലെങ്കിൽ ഒരു 20 മിസൈലുകൾ തകർന്നു വീണാൽ ഉണ്ടാകുന്ന നഷ്ടമായിരിക്കും അമേരിക്കയ്ക്ക് ഒരു ഡ്രോണിൻ്റെ നഷ്ടം കൊണ്ട് തന്നെ സംഭവിക്കുക. ഇത്തരമൊരു ഡ്രോൺ തകർന്നു വീണത് അമേരിക്ക ആദ്യമൊന്നും സ്ഥിരീകരിച്ചിരുന്നില്ല. ഈ MQ-4C എന്ന് പറയുന്ന ഡ്രോൺ വെടിവെച്ചിട്ടതായിട്ട് IRGC ദിവസങ്ങൾക്ക് മുൻപേ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. പക്ഷേ അമേരിക്ക ഇതുവരെ സ്ഥിരീകരിക്കാതിരുന്ന് നിലവിൽ നാവികസേനയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചില വിവരങ്ങളും അതുപോലെ തന്നെ ചില ഫ്ലൈറ്റ് കോഡുകളും എല്ലാം ഡീകോഡ് ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് നാവികസേന ഔദ്യോഗികമായി തന്നെ എത്തി നിൽക്കുന്നത്. ഈ ഒരു ഡ്രോണിന് ഈ പണത്തിൻ്റെ ചെലവ് മാത്രമല്ല, വളരെ അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളും ഈ ഡ്രോണിലുണ്ട്. ഏതാണ്ട് 50,000 അടിക്ക് മുകളിൽ 24 മണിക്കൂർ വരെ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ലാതെ നിന്ന് നിരീക്ഷണം നടത്താൻ ഈ ഡ്രോണിന് സാധിക്കും. അതുപോലെ സമുദ്ര മേഖലകളിലുള്ള മറ്റ് നിരീക്ഷണങ്ങൾ, അതുപോലെ രഹസ്യാന്വേഷണം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് US ഈ ഡ്രോൺ പ്രധാനമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ഡ്രോൺ നശിച്ചു എന്ന് US തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് അത് വലിയൊരു നാണക്കേട് കൂടിയാണ് US സേനയ്ക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.